പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 വലതുകരം വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സക്കറിയ പ്രവചനത്തിന്റെ 10-ാം അധ്യായം 1-ാം വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും എല്ലാവർക്കും വേണ്ടി മഴ പെയ്യിച്ച് വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മഴ പെയ്യിച്ച് നമ്മുടെ ഹൃദയ വയലുകളെ ഹരിതപൂർണമാക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ഹൃദയ വയലുകളെ ഇതിനു വേണ്ടി നമുക്ക് ഒരുക്കാം. ഇന്ന് ഈശോയുടെ വചനം നമുക്ക് വേണ്ടി പങ്കുവെച്ച് തരുന്നത് വിവിധ സ്ഥലങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഫാദർ മാത്യു കളത്തിൽ അച്ഛനിപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തെള്ളകം പുഷ്പഗിരി സെൻറ്റ് ജോസഫ് ഇടവകയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഒപ്പം അനേക ശുശ്രൂഷ വേദികളിൽ അച്ഛൻ വചന പ്രഘോഷണം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് അച്ഛനെ വചനവേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയുടെ നല്ല ഒരു അഭിഷേകത്തിലാണ് നമ്മളിപ്പോൾ. ഈ മനോഹരമായ സമൂഹത്തിൻ്റെ കൂടെ, ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിൻ്റെ കൂടെ ഈ രാത്രിയിൽ ആകാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നമ്മളിൽ എല്ലാവരിലും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ അവിടുത്തെ വയലും വീടും. കൊറിന്തിലെ സഭയ്ക്കുള്ള പൗലോസിൻ്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിവിടെ ഈ വിശുദ്ധ സമൂഹത്തിൽ ആരാധനയിൽ, പ്രാർത്ഥനയിൽ ആയിരിക്കുന്നത് പോലെ ഇപ്പോൾ ലോകത്തിൻ്റെ ഏതെല്ലാം ഇടങ്ങളിലാണ് എത്രയോ ആയിരം ആളുകൾ പ്രാർത്ഥനയിലായിരിക്കുന്നത്. അവരെല്ലാം നമുക്ക് മനസ്സിൽ കാണാം. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ശുശ്രൂഷ വേദിയിലുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത് അവർക്ക് വേണ്ടി സമർപ്പിക്കുവാൻ അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ പിതാവിനെ നമുക്ക് ഓർക്കാം. എല്ലാ അഭിവന്യ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും നമുക്ക് ഓർക്കാം. ധ്യാനത്തിൻ്റെ മേഖലകളിലൊക്കെ ചിലരൊക്കെ കത്തിജ്വലിച്ച് ശുശ്രൂഷ നിർവഹിക്കുന്നവരാണ്. ചില ആളുകൾ ഒരുപക്ഷെ ശുശ്രൂഷ പൂർത്തിയാക്കി വിശ്രമ ജീവിതം നയിക്കുന്നവരുണ്ട്. ചില ആളുകൾ ശുശ്രൂഷയുടെ കാലയളവിൽ കുറേ മുറിപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായവരുണ്ട്. കുറേ ആളുകൾ ശുശ്രൂഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ട്. അവരെയെല്ലാം കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ദൈവദാസരെയും എല്ലാ ശുശ്രൂഷകരെയും നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ സകല മനുഷ്യരുടെ മേലും, പ്രത്യേകിച്ച് നിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെ മേലും വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടാകട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാവട്ടെ. പരിശുദ്ധാത്മാവേ, തീമഴേകണമേ, ആദിയിലെന്നതുപോൽ ദാസരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, തീമഴേകണമേ, ആദിയിലെന്നതുപോൽ ദാസരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, തീമഴയേകണമേ, ശിഷ്യരിലെന്നതുപോൽ ദാസരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, തീമഴയേകണമേ, ശിഷ്യരിലെന്നതുപോൽ ദാസരിൽ നിറയണമേ.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഒരു സ്തുതി പറഞ്ഞ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ എല്ലാ പ്രേക്ഷിതരും ഈ പ്രപഞ്ചത്തിലുള്ള അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോ രൂപതയിലും ശുശ്രൂഷ ചെയ്യുന്ന അഭിവന്യ പിതാക്കന്മാർ, അവർ നമ്മുടെ രൂപതയിലുള്ള ഈശോയുടെ സാന്നിധ്യമാണ്. ഇടവകകളിലുള്ള വൈദികർ, അല്ലെങ്കിൽ കുടുംബങ്ങളിലുള്ള കുടുംബനാഥന്മാർ, കുടുംബനാഥകൾ, ഓരോരുത്തരും മിശിഹായുടെ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ദൈവത്തിൻ്റെ നാമത്തിൽ നിയോഗിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ ശുശ്രൂഷ നിർവഹിക്കുന്നവരാണ്. ദൈവമാണ് എല്ലാവരെയും ശുശ്രൂഷയ്ക്കായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ദൈവനാമത്തിൽ വേല ചെയ്യുന്നവരാണ്. ഈശോ ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ എല്ലാ ശുശ്രൂഷകരും. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അവിടുന്ന് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമായിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു, ദൈവത്തിൻ്റെ ക്ഷമയുടെ അടയാളമായിരുന്നു, ദൈവത്തിന് നമ്മളോടുള്ള കരുതലിൻ്റെ, വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ എല്ലാം അടയാളമായിരുന്നു ഈശോ മിശിഹ. ഈശോയെക്കുറിച്ച് വചനം പറയുന്നത് എന്താണ്? ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. അവൻ വാക്കിലും പ്രവൃത്തിയിലും ഒരു വലിയ പ്രവാചകനായിരുന്നു. നമ്മുടെ ഇടയിൽ ദൈവം ഇറങ്ങി വന്നതാണ്. ദൈവം നമ്മുടെ കൂടെ ജീവിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈശോയെക്കുറിച്ച് പറയുക, ഇമ്മാനുവേൽ, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ. ദൈവം കൂടെ വസിക്കുന്ന ഒരു ജനത, അതാണ് നമ്മൾ. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ, ഈശോ മിശിഹ നമ്മുടെ കൂടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധരായിട്ടുള്ള ഓരോ ശുശ്രൂഷകരും ഈശോയുടെ നമ്മുടെ മധ്യത്തിലുള്ള സാന്നിധ്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിത ശൈലി പുലർത്താനാണ്. ഫരീസയരെ പോലെ ആയാൽ പോരാ, അന്നുണ്ടായിരുന്ന മറ്റു ശുശ്രൂഷകരെ പോലെ ആയാൽ പോരാ. നിങ്ങൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിത ശൈലി സ്വീകരിക്കണം. ഈശോയുടെ ശിഷ്യർ എപ്പോഴും ഒരു പടി ഉയർന്നവരായിരിക്കണം. ഈശോയുടെ ശിഷ്യർ ധാർമ്മികതയിൽ ഉയർന്നവരായിരിക്കണം, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഉയർന്നവരായിരിക്കണം. അധികാരത്തിൻ്റെ പ്രീണനങ്ങളോ മോഹങ്ങളോ ക്രിസ്തു ശിഷ്യരെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. ഇടത്തും വലത്തും ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ അടുത്ത് വരുന്ന സബദീപുത്രന്മാരോട് അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ഇടത്തും വലത്തും ഇരിക്കാനുള്ള അധികാരമൊക്കെ നൽകേണ്ടത് അതൊന്നും ഞാനല്ല, അതൊക്കെ പിതാവിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കുക. നിങ്ങളുടെ ഇടയിൽ ഇത്തരം അധികാരമോഹങ്ങളൊന്നും ഉണ്ടാകരുത്. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ആയിരിക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫരീസയരുടെ മനോഭാവമോ വിജാതീയരുടെ മനോഭാവമോ ക്രിസ്തു ശിഷ്യരുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത ശൈലി സ്വന്തമാക്കണം. എപ്പോഴും ഈശോ പറയും, നിങ്ങൾ പീഠത്തിന്മേൽ കൊളുത്തി വയ്ക്കപ്പെട്ടവരാണ്. ഉയർന്ന മലമേൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു നഗരമാണ്, ലവണമാണ്, മനുഷ്യ മക്കൾക്ക് രുചി പ്രദാനം ചെയ്യേണ്ടവരാണ്. ഒരു തിരുത്തൽ സ്വാധീനമായിട്ട്, സാന്നിധ്യമായിട്ട് ജീവിക്കാനുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു വിളിയാണ് ഈശോ ശിഷ്യർക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്, ഫരീസയരെ പോലെ ആകരുത്, പ്രമാണിമാരെ പോലെ ആകരുത്. നിങ്ങൾ വ്യത്യസ്തതയുള്ള ആളുകളായിരിക്കണം. നിങ്ങൾ വ്യത്യസ്തതയുള്ള ആളുകളെ, വ്യത്യസ്തതയുള്ള ഒരു ശുശ്രൂഷ നിർവഹിക്കുന്ന ആളുകളായിരിക്കണം. അതാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, വ്യത്യസ്തതയുള്ള ഒരു സമൂഹമാകാനായിട്ട്. അങ്ങനെ ഈ വ്യത്യസ്തത ഈ ജീവിതത്തിൽ പ്രകടമാക്കാനായിട്ട് ഈശോ നമ്മളെ വിളിക്കുകയാണ്. വ്യത്യസ്തതയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനായിട്ട് ഈശോ വിളിക്കുകയാണ്. ഈശോയ്ക്ക് എല്ലാവരുടെ അടുത്തും പോകാനായിട്ട് സാധിച്ചില്ല. പലസ്തീനയിൽ അവൻ ഓടി നടന്നു. 3 വർഷക്കാലം ചുരുങ്ങിയ ഒരു ജീവിതം കണ്ട് അവൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈശോ പറയാത്ത കാര്യങ്ങളിൽ, ഈശോ പ്രവർത്തിക്കാത്ത കാര്യങ്ങളില്ല. അവൻ അത്ഭുതങ്ങളുടെ പെരുമഴയാണ് അവൻ പകർന്നു കൊടുത്തത്. പക്ഷേ അപ്പോഴും തനിക്ക് കാലത്തിനപ്പുറത്തേക്ക് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ
നമ്മുടെ ഓരോരുത്തരുടെയും സഹായം ആവശ്യം. അതുകൊണ്ടാണല്ലോ അവൻ ശിഷ്യന്മാരെ വിളിച്ചത്. അവൻ ജെറുസലേമിലേക്ക് പ്രവേശിച്ചു. ജെറുസലേമിലേക്ക് പ്രവേശിക്കാൻ അവൻ കുതിരയൊന്നുമല്ല, ഒരു പാവപ്പെട്ട കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്തു. ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ശിഷ്യന്മാർ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകണം. ഈ കഴുതയുടെ സ്ഥാനത്ത് ഈശോയെയും കൊണ്ട് ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകാനായിട്ട് പാവപ്പെട്ട മനുഷ്യരാകാൻ, പാവപ്പെട്ട ശുശ്രൂഷകരാകാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുക, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുക. ഒരു പാവം കഴുതയാകാൻ സാധിക്കുമോ? ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കഴുതയാകാൻ സാധിക്കുമോ? നമുക്കറിയാം, പല സാഹചര്യങ്ങളിലും കഴുതയെക്കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുക, സാധാരണക്കാരെ കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുക. ബാലാം എന്നുള്ള മഹാപ്രവാചകനെ തെറ്റിതിരുത്താനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത് ഒരു പാവപ്പെട്ട കഴുതയാണ്. ജെറുസലേമിലേക്ക് പോകാൻ ഈശോ ഉപയോഗിക്കുന്നത് ഒരു പാവപ്പെട്ട കഴുതയാണ്. സാധാരണക്കാരുടെ ശുശ്രൂഷ ഈശോയ്ക്ക് ആവശ്യമുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളോടും ഈശോ ചോദിക്കുന്നത് തന്നെയാണ്. ലോകം മുഴുവനിലുമുള്ള എല്ലാ വിശ്വാസികളോടും ഈശോ ചോദിക്കുന്നതാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിനക്ക് സാധിക്കുമോ? എനിക്ക് വേണ്ടി ജീവിക്കുവാൻ നിനക്ക് സാധിക്കുമോ? എൻ്റെ ഒരു സാക്ഷിയാകുവാൻ നിനക്ക് സാധിക്കുമോ? നിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്, നിൻ്റെ ജീവിതത്തിൽ പ്രതികൂലതകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, പ്രയാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തിരസ്കാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി സാക്ഷിയാകാൻ നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് അവിടുന്ന് ചോദിക്കുന്നത്. നീ എനിക്ക് വേണ്ടി സാക്ഷിയാകുമോ? ജെറുസലേമിലേക്ക് പോവാൻ ഒരു കഴുതയെ അഴിച്ചുകൊണ്ട് വരാൻ അവിടുന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം എത്തരം ഒരു കഴുതയാണ് അവൻ കൊണ്ടുവരിക. അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്നത് ഒരു കൊച്ചു കഴുത, ആരും കയറിയിട്ടില്ലാത്ത കഴുത. ഈശോയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ജീവിതം. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ വൈതരണയും, നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ വ്യഗ്രചിത്തരാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ വ്യഗ്രചിത്തരാണ്. മർത്തായുടെ സ്വഭാവം പലപ്പോഴും, മർത്ത നീ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയായിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത് പോലെ നമ്മളെക്കുറിച്ചും ഈശോയ്ക്ക് എന്ന് പറയാൻ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നീ വ്യഗ്രചിത്തയാകുന്നു. അതുകൊണ്ട് നിനക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഈശോയ്ക്ക് വേണ്ടി കുരിശെടുക്കുവാനായിട്ട്, ഈശോയെ മാത്രം ജീവിതത്തിൻ്റെ പ്രമാണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ? ഈശോയുടെ കൂടെ നടന്ന ആളുകൾക്കൊക്കെ സഹനങ്ങൾ ഈശോ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈശോയുടെ കൂടെ ജീവിച്ചവർക്കെല്ലാം, തിമോഥെയോസിനുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഈശോ മിശിഹായോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ പീഡിപ്പിക്കപ്പെടും. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 1-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ അവിടെയും പൗലോസ് പറയും, ഈശോ മിശിഹായിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി കഷ്ടതകൾ സഹിക്കുവാൻ കേടിയുള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും സംസിദ്ധമായിരിക്കുന്നു. നമുക്ക് സഹനമുണ്ടാവുമ്പോൾ ഏതാണ്ടോ അരുതാത്തത് സംഭവിച്ചു എന്നതുപോലെ പരിഭ്രാന്തരാകരുത് എന്നാണല്ലോ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ അഭിലഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും സഹനങ്ങളുണ്ടാകും, നൊമ്പരങ്ങളുണ്ടാകും. അതൊരു ഭാരമല്ല, അതൊരു ബാധ്യതയല്ല, മറിച്ച് അതൊരു അനുഗ്രഹമാണ് എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, സഹനങ്ങളോടുള്ള നമ്മളുടെ മനോഭാവം എന്താണ് അത് ചിന്തിച്ചു നോക്കണം. പലപ്പോഴും സഹനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അസ്വസ്ഥതപ്പെടുന്നുണ്ട്, നമ്മൾ ഒത്തിരി പരിഭ്രാന്തരാകുന്നുണ്ട്, സഹനങ്ങളെക്കുറിച്ച് പിറുപിറുക്കുന്നുണ്ട്. സഹനങ്ങളിൽ എല്ലാവരും എന്നെ കൈവിട്ടുപോയി എന്ന് പരിഭവപ്പെടുന്നുണ്ട്. ആരും എൻ്റെ കൂടെയില്ല, എനിക്ക് കൂടെ ഉണ്ടാവും സ്വന്തമെന്ന് കരുതുന്നവർ ഒക്കെ പോലും എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പരിഭ്രമിച്ച് നിൽക്കാറുണ്ട്. എന്നാൽ ഈശോ പറയുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈശോ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുമായിട്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുമായിട്ട് നീ എൻ്റെ കൂടെ വരിക എന്നാണ്. കുരിശുമെടുത്തുകൊണ്ട് അനുദിന ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങളുമായിട്ട് നീ എൻ്റെ പിന്നാലെ വരിക എന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. തമ്പുരാൻ്റെ കൂടെ നടക്കാൻ, ഈശോയുടെ കൂടെ അവൻ മുൻപേ നടക്കുകയാണ്, ഞാൻ അവൻ്റെ പിന്നാലെ നടക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കും, സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ആദ്യത്തെ വ്യക്തി അല്ല ഞാൻ. സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും കൂടെ സഹിക്കുവാനായിട്ട്
രക്ഷകനായ ഈശോ മിശിഹാ തന്നെ ഉണ്ട്. അവൻ്റെ സഭ അവൻ്റെ കൂടെ ഉണ്ട്. ദൈവം അവൻ്റെ കൂടെയുണ്ട്. ദൈവജനം അവൻ്റെ കൂടെ ഉണ്ട്. ദൈവത്തെയും ദൈവജനത്തെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സഹന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ ശുശ്രൂഷ നിർവഹിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഈശോ എന്തൊക്കെ ചെയ്തു അതൊക്കെ ഈശോ പഠിപ്പിക്കുന്നവനാണ്, ഈശോ നയിക്കുന്നവനാണ്, ഈശോ വിശുദ്ധീകരിക്കുന്നവനാണ്. ഈ പഠിപ്പിക്കുവാനും നയിക്കാനും വിശുദ്ധീകരിക്കാനുമുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും എല്ലാ അവകാശങ്ങളും നമുക്കും നൽകപ്പെട്ടിരിക്കുക. ഈശോയോട് ചേർന്ന് ഈശോയുടെ ശുശ്രൂഷയിൽ ഭാഗഭാക്കുകളാകാനുള്ള അനുഗ്രഹം അവിടുന്ന് നമുക്ക് നൽകുകയാണ്, നല്ല അജപാലകരാകാൻ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ ജോലി എന്താണ്? നിന്നെ ദൈവം വിളിച്ചിരിക്കുകയാണ്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വീട്ടുകാർക്ക് യഥാസമയം ഭക്ഷണം വിളമ്പിക്കൊടുക്കാനാണ്. ഈ ജനത്തിന് ആവശ്യമുള്ളത് യഥാസമയം കോരി വിളമ്പിക്കൊടുക്കാനാണ്. അവർക്ക് ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കി അത് കൊടുക്കണം. നീ അത് ചെയ്യാതെ കൊണ്ട് നീ ഭക്ഷിച്ചും നീ കുടിച്ചും നീ മദ്യത്തിൻ്റെ ലഹരിയിലും അല്ലെങ്കിൽ ചീട്ട് കളിച്ച് നിന്റെ സമയം പാഴാക്കി ജീവിക്കാനുള്ളവനല്ല. യജമാനൻ ഇപ്പോൾ വരില്ല എന്ന് കരുതി നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ നിനക്ക് ആവശ്യമില്ല. നീ ചെയ്യേണ്ട ജോലി ചെയ്യാനായിട്ട് നിന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്തു പൂർത്തിയാക്കുമ്പോൾ എനിക്കെന്താ പറയാനുള്ളത്? കർത്താവ് എനിക്ക് തന്ന ജോലി ഞാൻ ചെയ്തു, ചെയ്യാൻ പറഞ്ഞ് ജോലി ചെയ്തു. അതിനപ്പുറത്ത് എനിക്ക് മേന്മകളൊന്നുമില്ല, അവകാശപ്പെടാനായിട്ട് എനിക്ക് പ്രത്യേകതകളൊന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. ദൈവം എൻ്റെ കൂടെ നിന്ന് എനിക്ക് ചില ഉത്തരവാദിത്വങ്ങൾ തരികയാണ്. ആ ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഓരോന്നും കൃത്യതയോടുകൂടെ പൂർത്തിയാക്കിക്കൊണ്ട് ഒരു നല്ല വിശ്വസ്ത പടയാളിയായിട്ട് പോരാളിയായിട്ട് ദൈവത്തിന് മുമ്പാകെ ജീവിക്കാനുള്ള അനുഗ്രഹമാണ് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവിൻ്റെ സാക്ഷികളാണ് നമ്മൾ. ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. ഈശോ മിശിഹാ തൻ്റെ ശിഷ്യരെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ പോവുക, അതാണ് അവിടുന്ന് അവരോട് പറഞ്ഞത്. എൻ്റെ നാമത്തിൽ നിങ്ങൾ വീടുകളിലേക്ക് ചെല്ലണം. ഓരോ വീട്ടിലും കയറി ചെല്ലുമ്പോൾ ആദ്യമേ ആ ഭവനത്തിലുള്ളവരോട് പറയണം, ഈ വീടിന് സമാധാനം കൊടുക്കാനുള്ള ഒരു വലിയ വിളിയും ദൗത്യവും നൽകി. സമാധാന സ്രഷ്ടാക്കളാണ്, സമാധാനം പകർന്നു കൊടുക്കുന്നവർ, ലോകത്തിന് സമാധാനവും സന്തോഷവും കൊടുക്കുന്നത്. വീണ്ടും പറഞ്ഞു, അവിടെ ആരെങ്കിലും രോഗികളാണെങ്കിൽ നിങ്ങൾ അവർക്ക് സൗഖ്യം കൊടുക്കണം, നിങ്ങൾ അവർക്ക് വിടുതൽ കൊടുക്കണം, ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് മോചനം പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ കൊടുക്കാനായിട്ട്, മോചനം കൊടുക്കുവാനായിട്ട്, സൗഖ്യം കൊടുക്കാനായിട്ട്, സമാധാനം കൊടുക്കാനായിട്ടുള്ള പ്രത്യേക ദൗത്യം ഭരമേൽപ്പിച്ച് നമ്മളെ നിയോഗിക്കുകയാണ്, കർത്താവിൻ്റെ നാമത്തിൽ വേല ചെയ്യാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ ചോദ്യം നോക്കുക, നമ്മളെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തിൽ ജീവിക്കാൻ വിളിച്ചിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുക, ഇത് നിസ്സാരമായ ഒരു കാര്യമാണോ? സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മളോട് ചോദിക്കുക, കർത്താവിൻ്റെ കൂടാരത്തിൽ വേല ചെയ്യുവാനായിട്ട്, കർത്താവിൻ്റെ ജനത്തിനിടയിൽ വ്യാപരിക്കാനായിട്ട് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമാണോ? പ്രിയമുള്ളവരെ, ആത്മീയമായിട്ടുള്ള ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരായി ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവത്തിന് വേണ്ടി ദൈവികമായ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് വലിയ സന്തോഷമാണ്. ഈ ലോകത്തിൻ്റെ പദവികൾ ലഭിക്കുമ്പോൾ, സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ, അംഗീകാരം കിട്ടുമ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷിക്കുന്നു. എന്നാൽ അതിലും എത്രയോ ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ഒരു ദൗത്യമാണ് ദൈവം നമുക്ക് ഭരമേൽപ്പിച്ചു തരുന്നത്. കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിൻ്റെ ഈ ലോകത്തിലെ സാന്നിധ്യമാകാനായിട്ടുള്ള വിളി. പൗലോസ് തിമോഥെയോസിനുള്ള ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലുമൊക്കെ ഇതിൻ്റെ മഹനീയത പറയുന്നുണ്ട്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിസ്സാരനല്ല, കാരണം ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, തനിക്ക് യോജിച്ചവനായി ദൈവം എന്നെ കണ്ടിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, സുവിശേഷം ഭരമേൽപ്പിക്കപ്പെടാൻ യോഗ്യനാണ് എന്ന് ദൈവം കണ്ടതനുസരിച്ചാണ് അവിടുന്ന് എന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ വിളി നിസ്സാരമായിട്ടുള്ളൊരു വിളിയല്ല. ഒരുപക്ഷെ സമൂഹത്തിലുള്ള ആളുകളെല്ലാം എന്നെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് മാറ്റി നിർത്തിയേക്കാം.
പക്ഷേ സ്ലീഹ പറയുകയാണ്, സുവിശേഷം ഭരമേൽപ്പിക്കപ്പെടാൻ യോഗ്യനാണ് ഞാനെന്ന് കണ്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ അധികാരികളല്ല, ദൈവം കണ്ടതാണ്. ദൈവം എന്നെ നല്ലവനായിട്ട് കണ്ടു. ദൈവം എനിക്ക് അംഗീകാരത്തിൻ്റെ മുദ്ര നൽകിയിരിക്കുന്നു. ദൈവം എന്നെ ശ്രേഷ്ഠനായിട്ട് പരിഗണിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, സ്ലീഹ പറയുകയാണ്, ഈ വിളിയിൽ നിലനിൽക്കുവാൻ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ദൈവമാണ് എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മൾക്ക് ഒരു വലിയ ശക്തിയാണ്, നമുക്കൊരു വലിയ ബലമാണ്. എൻ്റെ ദൈവം എന്നെ വിളിച്ചു, എൻ്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്യുന്നു, എൻ്റെ ദൈവം എന്നെ കാത്തു നടത്തുന്നു. അവസാന ശ്വാസം വരെ എൻ്റെ ശുശ്രൂഷയിൽ നിലനിൽക്കുവാനും ഈ ശുശ്രൂഷയുടെ പൂർണ്ണതയിൽ എത്തുവാനും ദൈവം എനിക്ക് തുണയും സഹായവും നൽകും എന്നുള്ള എൻ്റെ അനുഭവം, എൻ്റെ ബോധ്യം. ജീവിതത്തിൽ ഇട്ടെറിഞ്ഞു പോകാനുള്ളതല്ല, പാതി വഴിയിൽ ശുശ്രൂഷ നിർവഹിക്കാനുള്ളതല്ല. മറ്റാരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ, മുറിപ്പെടുത്തുന്ന സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ, അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിപ്പോവാനുള്ളതല്ല. എൻ്റെ ജീവിതം ദൈവം എനിക്ക് ഭരമേൽപ്പിച്ച് തന്നിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകാനായിട്ട് വിളിച്ചിരിക്കുക. ഞാനൊരു പക്ഷേ ആരുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു, വലിയ ഫാക്ടറികളുടെ പേരിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഇന്ന കമ്പനിയുടെ ആളാണ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ബഹുമാനം എന്നുള്ള നിലയിലാണ് ഞാൻ പറയുക. എന്നാൽ വചന ശുശ്രൂഷകനെ, ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ വിളിച്ചിരിക്കുന്നവനെ ദൈവം തൻ്റെ സഹപ്രവർത്തകനായിട്ട് തന്നെയാണ് ചുമതല ഏൽപ്പിച്ചത്. ഞാൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാണ്. ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ഓർമ്മയിലുണ്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ആ സിനിമ. ഈശോനാഥൻ കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ആ കുരിശു താങ്ങാനായിട്ട് കൂടെ നടക്കാൻ വിളിക്കപ്പെടുന്ന ശെമയോൻ എന്ന മനുഷ്യൻ്റെ ഒരു ചിത്രീകരണം നമ്മളത് കണ്ടിട്ടുണ്ട്, നമ്മുടെ ഓർമ്മയിലുണ്ട്. ശെമയോൻ ഈശോയോടുകൂടെ ചേർന്ന് കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് നീങ്ങുകയാണ്. രണ്ടുപേരും തോളോട് തോള് ചേർന്ന് നീങ്ങുകയാണ്. ഈശോയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ശെമയോൻ നീങ്ങുന്നു, ശെമയോൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഈശോയും നീങ്ങുന്നു. രണ്ടുപേരും കൂടെ ചേർന്ന് കുരിശും വഹിച്ചുകൊണ്ട് പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ഒരു ക്രൈസ്തവ ശുശ്രൂഷകൻ്റെ ജീവിതത്തിൻ്റെ മാഹാത്മ്യം. എൻ്റെ തോളിൽ ദൈവമായ കർത്താവ് തൻ്റെ കരം ചേർത്ത് പിടിക്കുകയെ, എന്നെ ദൈവമായ കർത്താവ് തൻ്റെ തോളോട് ചേർത്ത് നിർത്തുകയാണ്. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കുള്ള മഹനീയത, ഞാൻ ദൈവത്തോടൊപ്പം ജീവിക്കുന്നു, ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നു, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എനിക്ക് സഹായം നൽകുന്നു എന്നുള്ളതാണ്. എൻ്റെ കരം ദൈവത്തിൻ്റെ കരത്തോട് ചേർത്ത് വെക്കുന്നു. ഞാൻ കരമുയർത്തുമ്പോൾ ഞാനല്ല കരമുയർത്തുന്നത്, ദൈവമാണ് കരമുയർത്തുന്നത്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് ഞാൻ വിളിക്കുമ്പോൾ ഞാനല്ല, ദൈവം തന്നെയാണ് വിളിക്കുന്നതും ഇറങ്ങി വരുന്നതും. അപ്പോൾ എൻ്റെ ശുശ്രൂഷ ദൈവത്തിൻ്റെ ശുശ്രൂഷയെ, ദൈവികമായ ഒരു ശുശ്രൂഷയായിട്ട് മാറുകയാണ്. ഓരോ ദൈവ ശുശ്രൂഷകനും വിളിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കൂടെ നടക്കാനായിട്ടാണ്, ദൈവത്തോട് ചേർന്ന് കരമുയർത്താൻ വേണ്ടിയാണ്, ദൈവത്തോട് ചേർന്ന് സംസാരിക്കാനായിട്ടാണ്, ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടാണ്. എൻ്റെ നാവ് എൻ്റെ നാവല്ല. ജെറമ്യ പറയുന്നുണ്ടല്ലോ, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ നാവ് പോലെയാക്കും. നീ സംസാരിക്കുമ്പോൾ നീ അല്ല സംസാരിക്കുന്നത്, നിന്നിലൂടെ ഞാൻ സംസാരിക്കും. നീ കരമുയർത്തുമ്പോൾ ഞാൻ കരമുയർത്തും. നീ ആശീർവദിക്കുമ്പോൾ ഞാൻ ആശീർവദിക്കും. തിന്മയുടെ ശക്തികളോട് ദൂരെ പോവുക എന്ന് നീ കൽപ്പിക്കുമ്പോൾ ഞാൻ കൽപ്പിക്കും. നിനക്ക് വേണ്ടി ഞാൻ പടപൊരുതും. നിനക്ക് പോരാളിയായിട്ടും നിനക്ക് പരിചയമായിട്ടും നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, നിന്റെ പാർശ്വങ്ങളിൽ നിൽക്കുന്നത്, നിനക്ക് സംരക്ഷണം നൽകുന്നത് എല്ലാം ഞാനാണ്. ഈശോയുടെ സഹപ്രവർത്തകരാകുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന വലിയ ഒരു കരുത്തും ഒരു വലിയ ശക്തിയുമാണ്. ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ, ഈശോയോട് ചേർന്ന് കരമുയർത്താനായിട്ടുള്ള വലിയ കൃപ, അത് നമ്മൾക്ക് അഭിമാനമാണ്. ഞാൻ വെറും ഒരു തരം താഴ്ന്ന ഒരു ജോലിക്കാരനല്ല, തരം താഴ്ന്ന ഒരു പ്രവർത്തകനല്ല, ഒരു തനിച്ചു നിൽക്കുന്നയാളല്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നു, എന്നെ ശക്തിപ്പെടുത്താനായിട്ട്, എനിക്ക് കരുത്ത് പ്രദാനം ചെയ്യാനായിട്ട്, ആത്മാവിൽ എന്നെ അഭിഷേകം ചെയ്തുകൊണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോ ദൈവ ശുശ്രൂഷകരും. ദൈവനാമത്തിൽ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവർ, ദൈവികമായിട്ടുള്ള വേല ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവർ.
ഇന്ന് അത് നമ്മൾക്ക് ഒരു അഭിമാനമായിട്ട് തന്നെ നമ്മൾ കരുതണം. നമ്മുടെ ശുശ്രൂഷയുടെ മഹത്വമായിട്ട് അത് കരുതണം. ഇന്നെന്നാൽ ചിലപ്പോൾ നമ്മളുടെ ശുശ്രൂഷകളിൽ ഈ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ശക്തിവിഹീനങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളുടെ ഇടവകകളിൽ, നമ്മളുടെ സംഘടനകളിൽ എന്തുമാത്രം പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. വലിയ കർമ്മ പരിപാടികൾ നമുക്കുണ്ട്. ഓരോ മാർഗരേഖകളൊക്കെ തയ്യാറാക്കി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തുമാത്രം കർമ്മ പരിപാടികൾ! പലപ്പോഴും നമുക്ക് അവയൊന്നും സംതൃപ്തി നൽകുന്നില്ല, എത്തേണ്ടിടത്ത് എത്തുന്നില്ല. വിശ്വാസ പരിശീലനം കൊടുക്കുന്നു, അല്ലെങ്കിൽ വിവിധ സംഘടനകളുടെ പ്രവർത്തനം നടത്തുന്നു. എന്നിട്ട് അവസാനം എന്താ നമ്മൾ പറയുന്നത്? പലപ്പോഴും നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ഫലം നേടാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സംതൃപ്തി നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും വെട്ടിയിട്ട് മുറിയുന്നില്ല, ചതയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വെട്ടുകത്തിക്ക് വായ്ത്തലയില്ലാത്ത ഒരവസ്ഥ, നമ്മുടെ വെട്ടുകത്തിക്ക് മൂർച്ചയില്ലാത്ത അവസ്ഥ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മൂർച്ചയില്ലാത്ത അവസ്ഥ. എന്നാണ് പലപ്പോഴും പറയുന്നത്, നമ്മൾക്ക് ഫോക്കസ് നഷ്ടപ്പെട്ടു, കേന്ദ്രീകൃതത്വം നഷ്ടപ്പെട്ടു, മൂർച്ച നഷ്ടപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ മൂർച്ച നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മൾ ചിന്തിക്കണം. പ്രവർത്തിക്കാഞ്ഞിട്ടല്ല, ഓടി നടക്കാഞ്ഞിട്ടല്ല. സമയം ഉപയോഗിക്കുന്നുണ്ട്, ആരോഗ്യം ഉപയോഗിക്കുന്നുണ്ട്, സമ്പത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വ്യയം ചെയ്യുന്നത്ര ധനവും സമയവും ആരോഗ്യവും കഴിവുകളും വേറെ ആരാണ് ഉപയോഗിക്കുന്നത്? പക്ഷേ ആഗ്രഹിക്കുന്ന ഈ ഫലം നേടിയെടുക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കാതെ പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈശോ മാറി നിൽക്കും. ഞാൻ മുന്നോട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈശോയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. എൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് ഈശോ പുറത്ത്. നമ്മൾ പറയില്ലേ, ജീസസ് ഈസ് ഔട്ട് ഫ്രം അവർ മിനിസ്ട്രി. ഈശോയെ മാറ്റുന്നു. ബാക്കിയെല്ലാം കൊടുക്കുന്നുണ്ട്, ബാക്കി എല്ലാ പരിശീലനവും കൊടുക്കുന്നുണ്ട്. നമ്മൾ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ചിലപ്പോൾ ഈശോയെ കൊടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടും. നമ്മുടെ ശുശ്രൂഷകളിൽ നിന്ന് ഈശോ പുറത്തു പോകുന്ന ഒരനുഭവം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കേന്ദ്രീകൃതത്വം നമുക്ക് നഷ്ടപ്പെടുന്നു. ഒരു തോട്ടത്തിൽ ഏതാനും പണിക്കാർ അധ്വാനിക്കുന്നത് പോലെ, തോട്ടത്തിലെ കൃഷിക്കാരൻ ഏതാനും പണിക്കാരെ പണിയെടുക്കാനായിട്ട് വിളിച്ചു നിർത്തുകയാണ്. ഒരു ചെടി നട്ടുപിടിപ്പിക്കുവാൻ ഒരാളോട് ആവശ്യപ്പെടുന്നു. ഒരുവനോട് പറയുന്നു, ആ ചെടിക്ക് നീ വെള്ളമൊഴിക്കണം. വേറൊരുവനോട് പറയുന്നു, വളമിട്ട് കൊടുക്കണം. വേറൊരുവന് കൽപ്പിക്കുന്ന ജോലി അതിന് വേലി കെട്ടി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ചെടി നട്ടുപിടിപ്പിക്കുന്നു, വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, വേലി കെട്ടുന്നു. ഈ പ്രവർത്തനങ്ങൾ എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരുത്തൻ അവൻ ഇഷ്ടപ്പെട്ടിടത്ത് ചെടി നട്ടുപിടിപ്പിച്ചു, അവൻ ഇഷ്ടപ്പെട്ടിടത്ത് വെള്ളമൊഴിച്ചു കൊടുത്തു, അവൻ ഇഷ്ടപ്പെട്ടിടത്ത് വളമിട്ട് കൊടുത്തു, അവൻ ഇഷ്ടപ്പെട്ടിടത്ത് വേലി കെട്ടുകയും ചെയ്തു. പ്രവർത്തനമെല്ലാം നടക്കുന്നുണ്ട്, പക്ഷേ ഫലം ലഭ്യമാകുന്നില്ല. ആഗ്രഹിക്കുന്ന ഫലം കിട്ടുന്നില്ല. ചെടിക്ക് ചുറ്റും വളമിടാനോ വെള്ളമൊഴിക്കാനോ വേലി കെട്ടാനോ നമുക്ക് സാധിക്കുന്നില്ല. ഫോക്കസ് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ഏകാഗ്രത കുറയുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈശോ പുറത്തു പോകുന്നു. നമ്മുടെ ലക്ഷ്യം പാളിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയതുപോലെ സംഭവിക്കുന്നു. നമ്മളവിടെ ഓർക്കണം, നമ്മളുടെ ലക്ഷ്യം ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്. ഈശോയാണ് നമ്മൾക്ക് കൊടുക്കാനായിട്ടുള്ളത്. ഈശോയും കൊണ്ടുപോകുക. അതൊരു പക്ഷേ നമ്മുടെ വിശ്വാസ പരിശീലനത്തിലായിരിക്കാം, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനകളിലായിരിക്കാം. എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾക്കൊരു ലക്ഷ്യമാണ് ഈശോയെ കൊടുക്കുക, ഈശോയുടെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ സമാധാനം കൊടുക്കുവാനായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ മഗ്ദലക്കാരി മറിയം കർത്താവിൻ്റെ കബറിടത്തിന് ചുവട്ടിലിരുന്നു കൊണ്ട് നിലവിളിക്കുകയാണ്. അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഈശോ അവളോട് ചോദിക്കുന്നു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾക്ക് ഒരു മറുപടിയാ, ജീവിതത്തിൽ നിന്ന് ഈശോയെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ശോചനീയത അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ ശുശ്രൂഷകളിൽ നിന്നും, നമ്മുടെ കർമ്മപരിപാടികളിൽ നിന്നും ഈശോ പുറത്ത്, അല്ലെങ്കിൽ ദൈവികത നഷ്ടപ്പെട്ടു. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ടത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മളോട് ശ്ലീഹ ഓർപ്പിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനപതികളാണ്. ദൈവമായ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മളിലൂടെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ദൈവമായ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള യാഥാർത്ഥ്യം. നമ്മൾ എവിടെയാണ് അവിടെ ഈശോയുടെ സ്ഥാനപതികളാവുകയാണ്. എവിടെയാണോ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അവിടെ വളരുവാനും അവിടെ പുഷ്പിക്കാനും അവിടെ ഫലം പുറപ്പെടുവിക്കാനുമുള്ള ഒരു ശുശ്രൂഷ. ഒരു പുരോഹിതൻ അവൻ്റെ കർമ്മമണ്ഡലത്തിൽ, ഇടവകയിൽ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ പുരോഹിതനെടുത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈശോയുടെ ആളായിട്ട് മാറുകയാണ്. ഒരു കുടുംബനാഥൻ അവൻ ചെയ്യുന്ന ജോലിയിൽ ഈശോയുടെ ദൗത്യം ഏറ്റെടുക്കുകയാണ്. കുടുംബനാഥ തൻ്റെ ഭവനത്തിൽ ഈശോയായിട്ട് മാറുകയാണ്. ഓരോരുത്തരും ഈശോയായിട്ട് മാറുകയാണ്. ജീവിതത്തിൽ ഈശോയായിട്ട് മാറാനുള്ള ഒരു വിളി നമുക്ക് നൽകപ്പെടുകയാണ്. ഞാൻ ഈശോയായിട്ട് മാറുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഞാൻ ഈശോയായിട്ട് മാറുകയാണ്. ഈശോ എന്ത് ചെയ്തു അതൊക്കെ ചെയ്യാനായിട്ട് വിളിക്കപ്പെടുകയും അതനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം, ഒരു ആത്മീയ സൗധം പണിയാനായിട്ടുള്ള ഒരു ശ്രമം. പൗലോസ് പറയുന്നുണ്ടല്ലോ, നിങ്ങളാരും അന്യരല്ല, നിങ്ങളാരും പരദേശികളല്ല, നമ്മളെല്ലാവരും വിശുദ്ധരുടെ ഒരു ഭവനമാണ്, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. സ്ലീഹന്മാരാണ് അതിൻ്റെ അടിസ്ഥാന ശിലകൾ. മൂലക്കല്ല് ക്രിസ്തുവാണ്. സ്ലീഹന്മാരോട് ചേർന്ന്, മൂലക്കല്ലായ മിശിഹായോട് ചേർന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ ആത്മീയ സൗധം പണിയാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാനിങ്ങനെ ഓർക്കുന്നു, ഒരു ദിവസം പ്രാർത്ഥനയുടെ ഇടയിൽ ഞാനിങ്ങനെ പൗലോസ് ചേട്ടാ എന്നൊരു വിളി വിളിച്ചു. പ്രാർത്ഥിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്ന നേരത്ത് പെട്ടെന്ന് പൗലോസ് സ്ലീഹായെ കയറി പൗലോസ് ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരനുഭവം. വിളിച്ചു കഴിഞ്ഞാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്താണ് ഞാൻ വിളിച്ചത്, എന്താ ഞാൻ പറഞ്ഞത്. നോക്കണേ, പൗലോസ് എൻ്റെ സങ്കല്പത്തിൽ ഒരു വലിയ പർവ്വതം പോലെയാണ്. അത്ഭുതത്തോടുകൂടി വിസ്മയത്തോടുകൂടെ മാത്രം ഞാൻ നോക്കുന്ന വ്യക്തിത്വമാണ് പൗലോസിൻ്റേത്. കാരണം സ്ലീഹ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മേഖലകളിൽ, തീക്ഷ്ണതയിൽ, ആത്മീയതയുടെ മേഖലയിൽ, പ്രാർത്ഥനയുടെ മേഖലയിൽ, ദൈവശാസ്ത്ര പാണ്ഡിത്യത്തിൻ്റെ ഏതൊരു വിഷയത്തിൻ്റെ മേഖലയിലും ഒരു വലിയ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വമാണ് പൗലോസിൻ്റേത്. ഈ പൗലോസിനെ ഞാൻ ജ്യേഷ്ഠ എന്ന് വിളിക്കുന്ന ഒരനുഭവം. അപ്പോൾ പത്രോസും പൗലോസും ഒക്കെ എനിക്ക് സഹോദരനായി മാറും. നമുക്ക് ഓരോരുത്തർക്കും സഹോദരങ്ങളായിട്ട് മാറുക. ഒന്ന് ചിന്തിച്ചു നോക്കണം, അഭിമാനത്തോടെ ചിന്തിക്കണം. ഞാൻ ഈ സ്ലീഹന്മാരുടെ കുടുംബത്തിലെ അംഗമാണ്, ഈ വിശുദ്ധരുടെ ഭവനത്തിലെ അംഗമാണ്. അവരുടെ കൂടെ കൂടി നടക്കാനായിട്ട്, അവരുടെ കൂടെ ചേർന്ന് നടക്കാനായിട്ട് പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള യാഥാർത്ഥ്യം. ദൈവം തെരഞ്ഞെടുത്ത് ദൈവികമായിട്ടുള്ള ഒരു ശുശ്രൂഷ ഭരമേൽപ്പിച്ച് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ. ഞാൻ ദൈവത്തിൻ്റെ ഒരു പണിയാളാണ്, ദൈവത്തിൻ്റെ പണിയാളാണ് ഞാൻ. ദൈവമായ കർത്താവ് മുന്തിരിത്തോട്ടത്തിലേക്ക് ഓരോ ആളുകളെയും ഓരോ സമയവും പറഞ്ഞു വിടുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രഭാതത്തിൽ പണിയെടുക്കാൻ പോകുന്നവനുണ്ട്, മധ്യാഹ്നത്തിൽ അവസാന മണിക്കൂറിൽ വേലയ്ക്ക് പോകുന്നവനുണ്ട്. എല്ലാവർക്കും ഒരേ കൂലിയാണ് യജമാനൻ കൽപ്പിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഒരുപോലെയുള്ള കൂലി കൊടുത്തു കഴിയുമ്പോൾ ഈ യജമാനൻ്റെ മുമ്പിൽ പരിഭവം പറയുന്നുണ്ട് ആളുകൾ. ഞങ്ങളിതാ ഈ പകലിൻ്റെ ചൂട് മുഴുവൻ സഹിച്ചു, എന്നിട്ട് ഞങ്ങൾക്ക് ഉചിതമായിട്ടുള്ള കൂലി കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്ക് പരിഗണന കിട്ടിയില്ലല്ലോ എന്നുള്ള പരിഭവം. എന്താണ് യജമാനന് പറയാനുള്ളത്? നമ്മൾക്കും ചിന്തിക്കാനുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കണം. എന്താണ് പ്രഭാതം മുതൽ അധ്വാനിച്ച ഈ മനുഷ്യനുള്ള സവിശേഷത? അവൻ ആ ഭവനത്തിൻ്റെ അംഗമാണ്. അവൻ്റെ സ്വന്തം പുരയിടത്തിൽ ജോലി ചെയ്യുന്നവനാണ്. ധൂർത്തനായ മകൻ്റെ ജ്യേഷ്ഠൻ അപ്പനോട് പരാതിപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൻ വന്ന് അപ്പനോട് പറയുകയാണ്, അപ്പ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അപ്പൻ്റെ കൂടെ പണിയെടുക്കുകയായിരുന്നു, അപ്പൻ്റെ കൂടെ ഒരു വേലക്കാരനെ പോലെ പണിയെടുക്കുകയായിരുന്നു, ഒരടിമയെ പോലെ പണിയെടുക്കുകയായിരുന്നു. എന്നിട്ട് എനിക്കെന്ത് സ്വാതന്ത്ര്യം അതെന്ന്, എനിക്കെന്ത് സന്തോഷം അതെന്ന്, എനിക്കെന്ത് നന്മയതെന്ന്, എനിക്കെന്ത് അനുഭവമാണ് കിട്ടിയത്? എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒന്ന് സന്തോഷിക്കാനായിട്ടുള്ള ഒരവസരം പോലും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. എന്നാൽ അതേസമയം ഇതാ എല്ലാ തരത്തിലും അധപ്പതിച്ചവനായിട്ട്, സമ്പത്ത് ദുർവിനിയോഗം ചെയ്തവനായിട്ട്, മ്ലേച്ഛമായി ജീവിച്ചവനായിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ നിൻ്റെ ഈ ഇളയ മകൻ വന്നപ്പോൾ അവന് എല്ലാ സൗകര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും നൽകിയിരിക്കുന്നു. അപ്പൻ എന്താ പറയുക? അപ്പൻ അവനോട് എന്താ പറയുക? നമുക്കറിയാം, മോനെ ഇതെല്ലാം നിൻ്റെതാണ്, ഇതെല്ലാം നിൻ്റെതാണ്. സ്വന്തം ഭവനത്തിൽ, സ്വന്തം പിതാവിൻ്റെ കൂടെ, സ്വന്തം കൃഷിയിടത്തിൽ
അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. ദൈവഭവനത്തിൽ വേല ചെയ്യുന്ന ദൈവമക്കളുടെ അവകാശം അതാണ്. ഞാൻ എൻ്റെ ഭവനത്തിലാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ്, ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ കൂടെയാണ്. ഇതെൻ്റെ സ്വന്തം പണിയിടമാണ്, ഇത് എൻ്റെ സ്വന്തം കൃഷിയിടമാണ്. ഇവിടെ അധ്വാനിക്കുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട്. ഞാനിവിടെ വേലക്കാരനല്ല, ഞാനിവിടെ കൂലിക്കാരനല്ല, മറിച്ച് ഈ പുരയിടത്തിൽ, ഈ കൃഷിയിടത്തിൽ, ഈ വേലയിൽ ഞാൻ ഭാഗഭാക്കാകുമ്പോൾ ഇത് എൻ്റെ അവകാശമാണ്, ഇത് എൻ്റെ അനുഗ്രഹമാണ്, ഇതെൻ്റെ ജീവിതത്തിൻ്റെ സമ്പത്താണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോടുകൂടെ അധ്വാനിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുക. നമ്മൾ ഈശോയോട് ചേർന്ന് നടക്കാനായിട്ട്, ഈശോ കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കാനായിട്ട് അവൻ മുൻപിൽ നടക്കുകയാണ്, ഞാൻ അവൻ്റെ പുറകെ നടക്കുകയാണ്, അവനോട് ചേർന്ന് നടക്കുകയാണ്. എനിക്ക് മുമ്പേ നടന്ന കുറേ വിശുദ്ധരുണ്ട്, പൂർവികരുണ്ട്. അവരുടെ മാർഗത്തിൽ അവരോട് ചേർന്ന് ഞാനും ജീവിക്കുക. നമ്മൾക്ക് ഓരോരുത്തർക്കുള്ള ദൗത്യത, നമ്മളോട് ചേർന്ന് ജീവിച്ച, നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധരായിട്ടുള്ള ഒരു സമൂഹം, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ കൂടെയുണ്ട്. അവരുടെ കൂടെ ജീവിക്കാൻ, അവരുടെ ആ ചൈതന്യം സ്വാംശീകരിക്കാനായിട്ട്, അവരുടെ കൃപയിൽ ഭാഗഭാക്കുകളാകാനായിട്ട് ഉള്ള മഹത്തായിട്ടുള്ള വിളി. ഇന്നത്തെ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, നീ എനിക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, നീ എനിക്ക് തന്നിരിക്കുന്ന ഒരു ജോലിയുണ്ട്. എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പലപ്പോഴും എനിക്ക് പരാതികളാണ്. എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, എനിക്ക് വേണ്ടത്ര സ്നേഹം കിട്ടുന്നില്ല, എനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല. എല്ലാവരും എല്ലായിടത്തും എന്നെ തള്ളി മാറ്റിയിരിക്കുക. ഞാൻ എൻ്റെ ജീവിതകാലത്ത് മുഴുവൻ ഓടി നടന്ന് ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്, എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലായിടത്തും കിട്ടുന്നത് അവഗണനയാണല്ലോ, എനിക്ക് എല്ലായിടത്തും കിട്ടുന്നത് കൈപ്പേറിയ അനുഭവങ്ങളാണല്ലോ. എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, എനിക്ക് അംഗീകാരവും കിട്ടിയില്ല, നേടാവുന്നൊന്നും നേടിയില്ല എന്നൊക്കെയുള്ള നിരാശതയുടെ പ്രതികരണങ്ങൾ. അത്തരം പ്രതികരണങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഈ കാലമെല്ലാം ഞാൻ അധ്വാനിച്ചത് കർത്താവിനോട് കൂടെയാണ്, ചെയ്യാൻ പറഞ്ഞ ജോലി ചെയ്യുകയാണ് ഞാൻ ചെയ്തത്, അത് ഞാൻ വിശ്വസ്തയോടുകൂടെ ഇന്നുവരെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പോരായ്മ സംഭവിച്ചിട്ടില്ല, സംഭവിക്കില്ല, സംഭവിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ഞാൻ കഷ്ടപ്പാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ദൈവം തരും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ജീവിക്കുവാനായിട്ടുള്ള ഒരു സന്നദ്ധത. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ശുശ്രൂഷ കർത്താവിൻ്റെ ശുശ്രൂഷയോട് ചേർത്ത് വെക്കണം. ക്രൂശിതനായ മിശിഹായോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള കൃപ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമുക്ക് കർത്താവിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ഈ കാലമെല്ലാം ഓടി നടന്ന് ചെയ്ത ശുശ്രൂഷകൾ അതൊന്നും പാഴായിട്ടില്ല എന്ന് നമ്മൾ ഓർക്കുക, അതൊന്നും ഒരു നഷ്ടമായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കുക. നമ്മളുടെ ശുശ്രൂഷകളെല്ലാം ദൈവത്തോട് ചേർന്നാണ് ചെയ്തത്, നമ്മുടെ ശുശ്രൂഷകളെല്ലാം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയായിരുന്നു എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക. ഞാൻ അധ്വാനിച്ചതൊന്നും വെറുതെ പോയിട്ടില്ല, എൻ്റെ അധ്വാനമൊന്നും പാഴായി പോയിട്ടില്ല എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏറ്റുപറയുക. ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങെനിക്കു തന്ന ജോലി വേലകളിൽ അങ്ങയുടെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് സാധിച്ചല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങെനിക്ക് തന്നുവല്ലോ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുവാൻ എനിക്ക് കൃപ തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അഭിമാനത്തോടെ നിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ. ശിഷ്ടകാലം നിന്നോട് ചേർന്ന് വേല ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് നമ്മളുടെ ശുശ്രൂഷ തുടരുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.